ഹലോ, ആ സെബാസ്റ്റ്യൻ പോളല്ലേ? അതെ. എന്റെ പേര് സുജിത്ത് എന്നാണ്. ഞാൻ ജന്മഭൂമിയുടെ കൊച്ചി ലേഖകനാണ്. പേരെന്താണ്? സുജിത്ത് എന്നാണ്. സുജിത്ത്. ഞാൻ മാധ്യമത്തിലെ ലേഖനം വായിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും തോന്നി ഒന്ന് രണ്ട് സംശയങ്ങളൊന്നും ചോദിക്കാതെ വെച്ചിട്ടാ. അതിലൊരു സെന്റൻസ് പറയുന്നുണ്ട്, അതായത് ഈ വിഷയത്തിൽ മാതൃഭൂമി ചെയ്തത് തെറ്റ് എന്നാണ് ആ ലേഖനം വായിക്കുമ്പോൾ തോന്നിയിട്ടുള്ളത്. അതെ. അതായത് പ്രവാചകൻ എന്ന് പറയുന്ന ഒരാളെ അല്ല, പിന്നെ പ്രവാചകൻ എന്ന് പറയുന്ന ഒരാളെ ആ ഒരു കൺസെപ്റ്റിനെ ശരിയോ തെറ്റോ നോക്കി വിമർശിക്കരുത്. അതാണ് അതില് പറഞ്ഞ സെന്റൻസ്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ളത് ഏതെങ്കിലും ഒരു വിശ്വാസത്തെ അവഹേളിക്കാനുള്ളതല്ല, വിശ്വാസത്തെ വ്രണപ്പെടുത്താനുള്ളതല്ല. പക്ഷെ ഇതേ സാധനം ഈ നബിയുടെ കാര്യം വരുമ്പോൾ, അല്ലെ പ്രവാചകന്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞു, ഞാൻ അംഗീകരിക്കുന്നു. ഒരാളുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ ഈ പെരുമാൾ മുരുകന്റെ കാര്യം വരുമ്പോ, എം എം ഹുസൈന്റെ കാര്യം വരുമ്പോ, അല്ലെ മാതൃഭൂമിയിൽ തന്നെ എഴുതി എം എം ബഷീറിന്റെ രാമായണത്തെ കുറിച്ച് പറയുമ്പോ ഈ സാധനം വരുന്നില്ല. നിഷ്പക്ഷരായിട്ടുള്ള നിങ്ങൾ ഈ സാധനം പറയുന്നില്ല. അതെന്തുകൊണ്ട് അങ്ങനെ? അതായത് ഈ പ്രവാചക നിന്ദ മാത്രമല്ലല്ലോ, ഇപ്പൊ മുസ്ലിംസിന് മാത്രമല്ലല്ലോ വിശ്വാസമുള്ളത്. അല്ല അത് ഞാൻ അതാണ് പറയുന്നതല്ല. ഈ മതം എന്ന് പറയുന്നത് നമ്മൾ വേറിട്ട് കാണണം. അവിടെ യുക്തി നോക്കിയിട്ട് കാര്യമില്ല. അതെ, സുജിത്ത് പറഞ്ഞത് ശരിയാണത്. എന്റെ ഒറ്റ പോയിന്റാണ്. ഞാൻ വേറെ ഒരു സ്ഥാപനത്തിനും ഞാൻ വാശി പിടിക്കാനില്ല. എന്റെ ഇപ്പൊ BJP-യുടെ സംഘപരിവാറിന്റെ ഫാസിസം ഒന്നുമല്ല ഞാൻ. അതൊക്കെ നിങ്ങളുടേതായ രീതിയിൽ വിമർശിക്കാം. ഓക്കെ, ഞാൻ അംഗീകരിക്കണം. എന്റെ കാര്യം ഒറ്റ പോയിന്റിലാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം ഹിന്ദു വിശ്വാസത്തിനെ അപമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസത്തിന്റെ കാര്യം വരുമ്പോൾ അത് ആവിഷ്കാര സ്വാതന്ത്ര്യം, ഇസ്ലാമിന്റെ കാര്യം വരുമ്പോൾ അത് മതവിശ്വാസമായിട്ട് നിങ്ങൾക്കുള്ള നിഷ്പക്ഷത എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് എന്റെ പ്രശ്നം. അല്ല, അത് ശരിയാണത്. ഞാൻ പറഞ്ഞത് ഇസ്ലാമിന് മാത്രമല്ല എല്ലാവർക്കും. അത് സാറ് പറയുന്നത് യാതൊരു വാക്കുമില്ല. കാരണം എം എം ഹുസൈന്റെ കാര്യത്തിൽ സംഘപരിവാറിനെ ഏറ്റവും കൂടുതൽ ചീത്ത വിളിച്ചിട്ടുള്ള ഒരാളാണ് നിങ്ങൾ. എം എം ബഷീറിന്റെ കാര്യം മാതൃഭൂമി എഴുതിയപ്പോ അതിനെതിരെ ഒരു കടലാസ് സംഘടന കാവിക്കൊടിയും പിടിച്ചു പോയപ്പോ അത് മുഴുവൻ ഹിന്ദു ഫാസിസ്റ്റുകളാണെന്ന് വരുത്തി തീർത്തവരാണ് നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ ഇന്ന് പ്രവാചക നിന്ദ പറയുമ്പോ അവർക്ക് വേണ്ടിയിട്ട് പേന എഴുതുമ്പോ നമ്മളെ പോലുള്ളവരെന്ത് മനസ്സിലാക്കണം? നിങ്ങൾ നിഷ്പക്ഷരാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? അല്ല, അതിനകത്ത് നിഷ്പക്ഷത മാത്രമല്ല. ഞാൻ ഈ ഇന്നത്തെ വിഷയത്തില് ഈ ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് പറയുന്നത്. അങ്ങനെ ഒളിച്ചോടരുത്. ഒരു സാധനം എഴുതിയിട്ട് അങ്ങനെ ഒളിച്ചോടരുത്. ഞാൻ കൃത്യമായിട്ട് ഞാനത് വായിക്കാം. എന്റെ ഞാൻ കൃത്യമായിട്ട് അത് ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ചതിന്റെ പേരിലാണെങ്കിൽ ഈ ചില സെന്റൻസുകൾ അതിൽ വേണ്ട. ഞാൻ വായിക്കാം, സാറ് കേട്ടോളൂ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ആരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്തരുത്. പോയിന്റ് ഫസ്റ്റ്. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യം എനിക്ക് വിയോജിപ്പില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത വേറൊരു സാധനമാണ്. ഞാൻ പറയുന്നത് വേറൊരു സംഭവമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ആരുടെയും വിശ്വാസത്തെ വ്രണപ്പെടുത്തരുത് എന്ന് പറയുമ്പോ പെരുമാൾ മുരുകൻ എന്തായിരുന്നു? പെരുമാൾ മുരുകൻ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തി. എന്നിട്ട് അദ്ദേഹത്തിനെതിരെ, പെരുമാൾ മുരുകനെതിരെ ഒരു പ്രതിഷേധം ഉയർന്നപ്പോ അത് സംഘപരിവാറല്ല, ഞാൻ ഇപ്പോഴും പറയുന്നു, RSS അല്ല അത് ചെയ്തത്. അവിടെയുള്ള ആ വിഭാഗത്തിൽപ്പെടുന്നവർ ഒരു പ്രതിഷേധം ഉയർത്തിയപ്പോ ആ പുസ്തകം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങൾ വായിച്ചു. ഇവിടെ ബിനാലെ ഫൗണ്ടേഷനിലെ ആൾക്കാർ വായിച്ചു, പല മതേതരനും വായിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ വ്രണപ്പെടുത്തുന്ന പ്രശ്നമൊന്നും വന്നില്ല. ഒന്ന്. രണ്ടാമത്തത് പ്രവാചകനെ കുറിച്ചുള്ള പരാമർശങ്ങളിൽ നിർബന്ധമായും പാലിക്കേണ്ട ചില നിബന്ധനകളുണ്ട്. അതാരാ പറയുന്നത്? അതങ്ങനെ സെബാസ്റ്റ്യൻ പോളിന് എങ്ങനെ അത് പറയാൻ പറ്റുന്നത്? സെബാസ്റ്റ്യൻ പോൾ മതത്തിന്റെ ആളാണോ? നിങ്ങൾ ഇടത് ചിന്തകനെന്ന് നമ്മളൊക്കെ ചാനലുകൾ കാണുന്ന ഒരാളാണ് നിങ്ങൾ എവിടെയാണ്? നിങ്ങൾ ആരാണ് പ്രവാചകനെ കുറിച്ചുള്ള നിബന്ധനകൾ പാലിക്കണമെന്ന് മറ്റുള്ളവരോട് പറയാൻ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരാ അവകാശപ്പെടുത്തിയിട്ടുള്ളതിന്? അങ്ങനെ ദേശപ്പറ്റി പറയുന്നില്ല, നമ്മൾ കാര്യം സംസാരിക്കല്ലേ. ഇത് എങ്ങനെ വികാരം കൊള്ളാതിരിക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത്? നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞു നടന്നതും പാടി നടന്നതും മുഴുവൻ ഹിന്ദു ഫാസിസ്റ്റുകൾക്കെതിരെ നിങ്ങൾ വലിയ പ്രചരണമായിരുന്നല്ലോ. മുസ്ലിമിന്റെ കാര്യം വന്നപ്പോ നിങ്ങൾക്ക് ഇതൊന്നും ഇല്ല. നിങ്ങൾ അവർക്ക് വേണ്ടി കൂലിയെഴുത്ത് നടത്തുകയാണ്. ഇങ്ങനെ അല്ലാതെ എങ്ങനെ പറയാൻ പറ്റൂലേ? എങ്ങനെ വികാരം കൊള്ളാതിരിക്കും സാറേ ഇതില്? ഞാൻ അതാ ചോദിക്കുന്നത്. എങ്ങനെ വികാരം കൊള്ളാതിരിക്കും ഒരാള്? ഞാനെന്റെ പേര് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്.
ഞാൻ പറഞ്ഞല്ലോ പ്രവാചകനെ നിന്നിച്ച് മാതൃഭൂമിയുടെ അല്ലെങ്കിൽ ആ നടപടിയോട് എനിക്ക് ഒരു തരത്തിലും യോജിപ്പില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ. ഈ പ്രവാചകന്റെ കാര്യം പറയുന്നത് മുസ്ലിങ്ങളെ പോലെ ഈ വിഷയത്തിൽ ഇത്രയും ഒരു ശാന്തമായ ഒരു സെൻസിറ്റിവിറ്റി ഉള്ള ഒരു വിഭാഗം അറിയില്ല. ഹിന്ദുക്കൾക്കതില്ലല്ലോ. അതായത് സാറ് പറയുന്നതനുസരിച്ച് ഹിന്ദുക്കള് സെൻസിറ്റീവായിട്ട് പ്രതികരിക്കണം, ഹിന്ദുക്കള് കൈവെട്ടണം. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ മുതൽ ഈ ഹിന്ദു ദൈവങ്ങളെ വിശ്വാസങ്ങളെ ഇത് പിന്നെ വ്രണപ്പെടുത്തുമ്പോൾ ഞാൻ നാളെ മുതൽ എഴുതിക്കൊള്ളാന്നാണ്. അതല്ല ഹിന്ദു മതത്തിന്റെ പേരിൽ അക്രമത്തിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ തെറ്റാണെന്ന് പറയുന്നത്. എന്റെ സാർ ഇത് സഹിഷ്ണുതയാണോ ഇപ്പൊ പ്രശ്നം? അതായത് ഒരു വിഭാഗം വളരെ സഹിഷ്ണുത കാണിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ആ വിഭാഗത്തിന് ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഞങ്ങളെ നാളെ ഒരു സഹിഷ്ണുത ഉപേക്ഷിക്കണം എന്നാണോ? മുസ്ലിങ്ങളെ പോലെ കൈവെട്ടാനും കാലുവെട്ടാനും കല്ലെറിഞ്ഞു കൊല്ലാനും പോണെന്നാണോ? അല്ല, അങ്ങനെ ലക്ഷണം കാണുമ്പോഴാണ് നമ്മൾ തെറ്റാണെന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ ഒരൊറ്റ പോയിന്റിൽ സാറൊന്ന് സംസാരിക്കും. പെരുമാൾ മുരുകൻ ഒരു വിഭാഗത്തിന്റെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തിയോ? വ്രണപ്പെടുത്തി, അത് തന്നെയാണ് വിഷയം. എം എം ഹുസൈൻ ഒരു വിഭാഗത്തിന്റെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തിയോ? ഹലോ, സാർ അതും ഇതും പറയരുത്. ഞാൻ പറഞ്ഞ കൃത്യമായ പോയിന്റാണ്. എം എം ഹുസൈൻ ഒരു വിഭാഗത്തിന്റെ സാറിന്റെ വിഷയം ഇപ്പോ പിന്നെ മുസ്ലിം വിഭാഗത്തിലെ ആരാധനായിട്ട് കാണുന്ന മുഹമ്മദ് നബീനെ അപമാനിച്ചെന്നുള്ളതാണ് വിഷയം. സരസ്വതി ദേവി നബിയുടെ ചിത്രീകരണം പാടില്ലെന്ന് അവർ പറയുന്നു. നമ്മളത് അംഗീകരിച്ചു കൊടുക്കണ്ടേ? അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ, സരസ്വതി ദേവി പിന്നെ വിവസ്ത്രയായിട്ട് കാണരുത് എന്ന് ഒരു വിഭാഗം ആഗ്രഹിക്കുന്നു, അവരങ്ങനെ കാണുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് എം എം ഹുസൈന് നേരെ നടന്ന അക്രമങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളെ നിങ്ങൾ ഫാസിസ്റ്റുകളാക്കി ചിത്രീകരിച്ചു? അന്ന് എന്തുകൊണ്ട് എം എം ഹുസൈനെതിരെ നടക്കുന്ന അക്രമങ്ങള്, അതിക്രമങ്ങള്, പ്രതിഷേധങ്ങള് ഒക്കെ മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല? ഇന്നും നിങ്ങൾ അതിൽ RSSനെ തെളിവിക്കുന്നുണ്ടല്ലോ. പെരുമാൾ മുരുകന്റെ കാര്യത്തിൽ വരുന്ന പ്രതിഷേധം ശരിയാണെന്ന് പറഞ്ഞ നാളെ ഒരു ലേഖനം എഴുതാൻ പറ്റുമോ? ജന്മഭൂമി കൊടുക്കും, എഴുതാൻ പറ്റുമോ? അത് ഇല്ല, നിങ്ങൾക്ക് പറ്റില്ല സാറേ. നിങ്ങൾക്ക് മതേതരത്വം പറഞ്ഞ് നിങ്ങൾക്ക് കുറച്ച് വിഭാഗത്തിനെ പ്രീതിപ്പെടുത്താനോ ഒക്കെ പറ്റൂ. അതാണ് വാസ്തവം. നിങ്ങൾക്ക് ഹിന്ദു വിശ്വാസത്തെ തെറിവിളിക്കാം. കാരണം ഞങ്ങൾ കൈവെട്ടാൻ പോവില്ല. കാരണം ധൈര്യത്തിൽ നാളെ എഴുതാൻ പറ്റും. പ്രവാചകനെ കുറിച്ച് പറഞ്ഞാൽ കൈവിട്ടും, നാളെ എഴുതാൻ പറ്റില്ല. ആ പേടി ഉണ്ടെങ്കിൽ നല്ലത്, ഓക്കെ. അപ്പൊ അത് അംഗീകരിക്കുന്നതാണോ? എന്തൊരു ദയനീയ അവസ്ഥയാണ് സാർ ഇതൊക്കെ. അല്ല, ഞാൻ ചോദിക്കുന്നത് അപ്പൊ അത് എന്തുകൊണ്ടാണ് ആ ഒരു അല്ല അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഇപ്പുറത്തുള്ളവർക്ക് നിങ്ങൾ ആ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല? അല്ല, തീർച്ചയായിട്ടും കൊടുക്കുന്നില്ല. ഞാൻ അതിന്റെ ഉദാഹരണം പറയാം. എം എം ഹുസൈനെതിരെ നടന്ന പ്രതിഷേധങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ പോലുള്ള ഇടത് മതേതരന്മാർ വിലയിരുത്തിയത്? അത് ഫാസിസ്റ്റ് ആക്രമണമായിട്ടാണ് നിങ്ങൾ വിലയിരുത്തിയത്, അത് വർഗീയ ആക്രമണമായിട്ടാണ് നിങ്ങൾ വിലയിരുത്തിയത്. എന്തുകൊണ്ട് മുഹമ്മദ് നബിക്കെതിരെ നടന്ന ചില പരാമർശങ്ങളിൽ മാതൃഭൂമി മാപ്പ് പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നതിനെ നിങ്ങൾ മതസ്വാതന്ത്ര്യമായിട്ട്, ഒന്ന് മതസ്വാതന്ത്ര്യം, മറ്റത് വർഗീയതയായിട്ട് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഇതിലെന്തോന്ന് ആലോചിക്കാൻ സാറേ. നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ ഒരു പത്രത്തിൽ എനിക്കുള്ള വിയോജിപ്പിക്കാൻ പറയാം. ഒരു പത്രത്തില് ഒരു ലേഖനം അച്ചടിച്ച് വരാൻ താങ്കളെ പോലുള്ള ഒരാൾക്കാർ ഇത്രയും അതപ്പത് ചെയ്യുന്നതിൽ ചില വിഷമമുണ്ട്, അത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് എന്റെ പേര് പറഞ്ഞാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലല്ല, എനിക്ക് ഞാൻ ജേർണലിസം പഠിക്കുന്ന കാലം മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പ് പത്രം വായിക്കുന്ന കാലം മുതൽ കണ്ടു പരിചയമുള്ള ഒരു പേരാണ് സെബാസ്റ്റ്യൻ പോൾ. അങ്ങനെയുള്ള ഒരാള് ഒരു പത്രത്തിന്റെ ഒരു എഡിറ്റ് പേജിൽ ഒരു ലേഖനം വരണം എന്നുള്ള ഘട്ടത്തില് അല്ലെങ്കിൽ എന്റെ ലേഖനം വന്നിട്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ സാറിന് നാളെ മത്സരിക്കണമെന്ന് താല്പര്യം ഉണ്ടാവാം, അത് പരസ്യമായിട്ട് പറഞ്ഞിട്ട് ഈ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും എന്താ പറയണ്ടേ ഒരു 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 തരംതാണ രീതിയിൽ ചിന്തിക്കുക എഴുതാനും തുടങ്ങി എന്നുള്ളത് എന്നെ പോലുള്ള ആൾക്കാർക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അതൊന്ന് അറിയിക്കാൻ വേണ്ടി വിളിച്ചു. എന്തായാലും ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് സാർ സമ്മതിച്ച സ്ഥിതിക്ക് സാർ അതിനെക്കുറിച്ച് സാറ് ഇതൊക്കെ ഉൾക്കൊണ്ട് ഇതൊക്കെ ആലോചിച്ച് ഇനി ഹിന്ദു വിഭാഗങ്ങൾ ഇതുപോലെ കൈവെട്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾ അവരത്രത്തോളം തെറി വിളിക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് സാറ് വീണ്ടും ഒരു ലേഖനം എഴുതാൻ വലിയ താല്പര്യമുണ്ട്, വീണ്ടും വിളിച്ചാൽ മതി. ജന്മഭൂമിയിൽ നമുക്ക് അത് കൊടുക്കാം. ശരി.